പാലല്ല തൈരല്ലത്. അങ്ങനെ കിട്ടാൻ പോരെ. വീണ്ടും വീണ്ടും പറയാണ് ഇത് മൈൻഡ് സ്റ്റോണിന് യാതൊരു ബന്ധമില്ല. നല്ല ചൂടുണ്ട്. എന്താ ബുദ്ധി? സമയം പോയി. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പൊ ഞാനിപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലുള്ള സ്മാർട്ട് ബസാറിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ട്രഷർ ഹണ്ട് ആണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെ വെൽക്കം ചെയ്യാണ്. എല്ലാവരും നമസ്കാരം. വരൂ. ഹലോ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ട്രഷർ ഹണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈ കടിച്ചോളെ. ഓക്കെ, അപ്പൊ ഇവരുടെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മളോട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ പറയൂ, എന്താണ് നിങ്ങളുടെ പുതിയ വിശേഷം? ഇല്ല, നമ്മളൊരു ഹൊറർ മൂവിയാണ്, ഹൊറർ ജോണറിലുള്ള ഒരു മൂവിയാണ്. എബനേസർ എന്നാണ് ടൈറ്റില്. അപ്പൊ അതെ, ഫിലിം ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, കാണണം. ചെറിയ മൂവി വിജയമാക്കി തരണം. അതെ, ഇനി ബാക്കി സൂരജ് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കുറച്ച് ന്യൂ കമേഴ്സിന്റെ ഒരു ചെറിയൊരു കൊച്ചു സിനിമയാണ്. ഞങ്ങളുടെ അധ്വാനാണ്, ഹൊറർ സിനിമയാണ്. അത് പറയില്ലേ, സർപ്രൈസ് ആണ്. ഇവിടെ തന്നെ കുറെ പ്രേതങ്ങളില്ല. ഈ മൂന്നിൽ ആരെങ്കിലും ആണ് പ്രേതം? അല്ല, പ്രേതം വന്നിട്ടില്ല. സമ്മതിച്ചു. പ്രേതത്തിന് കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. ഓക്കെ, അത് ഞങ്ങൾ ഈ ട്രഷർ ഹണ്ടിയാണല്ലോ, നിങ്ങളതൊന്ന് ഹണ്ട് ചെയ്തത്. അതെ, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു എന്ത് കാര്യം തുടങ്ങുമ്പോഴത്തേനും ഒരു മധുരം കഴിച്ചിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പൊ ഞാനൊരു മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. കമോൺ, ഞാൻ തന്നെ എടുക്കണോ? ആക്ച്വലി ഷുഗർ ആണ്. ഇത് ഞാനിവിടെ കണ്ടപ്പോ കഴിച്ചോ? മധുരം കഴിച്ചാലും നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല, എന്തോ ഉണ്ട് കേട്ടോ, അടച്ചു വെച്ചേക്കുന്നതിന്. എന്ത് പറ്റിയാലും ഞങ്ങൾ മൈൽ സ്റ്റോൺ റിലയൻസ് ആയിട്ട് ബന്ധമുണ്ടോ? സാറ് നമ്മളെല്ലാം കഴിച്ചിട്ട് കഴിക്കാൻ നോക്കിയേക്കുക. ബോക്സിൽ മധുരം കഴിക്കാതെ ഇപ്പൊ കഴിച്ച ഈ ഒരു ബോക്സും ഈ ഒരു ലഡുവും ഞങ്ങൾ ഇവിടെ പല സ്ഥലത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ലഡു കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ടാസ്ക്. ഓൾറെഡി ഒളിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കായിട്ടുള്ള ക്ലൂസ് ആണ് എന്റെ കയ്യിലുള്ളത്. അതൊന്നും പറയത്തൊന്നുമില്ല. അത് 3 ക്ലൂസ്. ഫസ്റ്റ് ക്ലൂ ഞാൻ തരും, ബാക്കി നിങ്ങൾ ഓരോ ടീമിന് 3 ലഡു. നിങ്ങൾക്ക് 3 ലഡു, നിങ്ങൾക്ക് 3 ലഡു. ഞങ്ങൾ 4 കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പൊ എടുത്തിട്ട് വരും. ബൗളിലായിരിക്കുമല്ലോ അല്ലേ? ഇതുപോലത്തെ ബൗളുകളിലാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വിന്നർ ആവുന്നവർക്ക് കിട്ടുന്നത് 1 lakh rupees ആണ്. ശരിക്കും തമാശ പറയരുത്. എവിടെ പാത്രം? എവിടെ? അതെ, 1 lakh rupees ആണ്. 1 lakh rupees നിങ്ങൾ പൈസ ആയിട്ടല്ല തരാം. ആണെങ്കിൽ എന്താ പറയാ, അല്ല ഫാൻ അല്ല ചേട്ടാ, AC അല്ല, ഇതിന്റെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, അപ്പാരൽസിന്റെ ഒരു അവിടെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കാണെങ്കിൽ 1 lakhന് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പൊ എല്ലാവരും 10,000 രൂപ 12,000 ക്യാഷ്
ക്യാഷ് ആയിട്ട് കിട്ടത്തില്ല. 1 lakh അതും 1 മിനിറ്റ് സമയം. 1 lakhന് ഡ്രസ് പർച്ചേസ് ഒരു മിനിറ്റ് കണ്ടുപിടിക്കണോ? 1 മിനിറ്റിൽ നിങ്ങൾക്ക് 95,000 തൊട്ട് 1,05,000 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ത് വേണമെങ്കിലും വാങ്ങാം. എത്ര എടുക്കാമോ അത്ര എടുക്കാം. അത്ര എടുക്കാം. ഓക്കെ, 4 പേര് 4 ദിശയിൽ പോവാം. പ്രൈസ് റേഞ്ച് കുറഞ്ഞു കൂടി പോയാൽ കിട്ടുന്നില്ല. 95,000 തൊട്ട് 1,05,000 വരെയുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓ നൈസ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള ക്ലൂ തരും. അപ്പൊ ഞാൻ വാക്കു എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഓടാൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലൂ വായിക്കാം അല്ലെ. ഫസ്റ്റ് ക്ലൂ, നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്ലൂ, kindly purchase a suitable helmet for ഗുണ്ടഭാസ്കരൻ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പിടിച്ചോ. ഓക്കെ, നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്ലൂ, this is for ബാമ, സത്യഭാമ for her part time job. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഇതെല്ലാം സിനിമ റിലേറ്റഡ് ആണ്. ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സത്യഭാമ കാജൽ അഗർവാളിന്റെ. അതൊന്നും അല്ല, നീ പാനന്ത്യം പോയാ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ പോവാണ്. 1 2 3 വാക്കോ. എങ്ങോട്ടാ പോ? അങ്ങോട്ടോ ഇങ്ങോട്ടല്ലേ? അല്ല, ആ ക്ലൂ എന്താ നോക്ക്. ആ ക്ലൂ എന്താ മനസ്സിലായിണ്ടോ? അതെ, ആ ലഡുവിന്റെ സെക്ഷനോടെ മനസ്സിലായി. എന്താണ് ഇവിടെ പച്ചക്കറി? ഈ ഏരിയയിൽ എന്താണ്? ഗുണ്ടഭാസ്കരൻ മത്തങ്ങയാണോ? ഗുണ്ടഭാസ്കരൻ മത്തങ്ങയാന്നാണ് ഇവര് പറയുന്നത്. തണ്ണിമത്തൻ. എവിടെ എവിടെ? ഇത് മത്തനല്ല, ഇത് ഓക്കെ. അപ്പൊ ഇവർക്ക് ഫസ്റ്റ് ക്ലൂ. ഓക്കെ, നിങ്ങളുടെ കിട്ടിയില്ലേ? ഓക്കെ, ആ ലഡു കഴിക്കണം. ലഡു കഴിച്ചാലാണ് അടുത്ത ക്ലൂ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫുള്ള് തിന്നണോ? ആ ഫുള്ള് ഫുള്ള് തിന്നണമെന്ന് കഴിക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുണ്ട് അടുത്ത ക്ലൂ. This is for our പ്രാഞ്ചിയേട്ടൻ. Do purchase now. വാക്കു. അവിടെ ഉണ്ടോ? ബുദ്ധിശാലികളാട്ടോ, ഭയങ്കര ബുദ്ധിശാലികളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ തന്നെ തോറ്റുപോയി. നെയ്യോട് തല്ലിയാ. എന്തായി? നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? നെയ്പത്രം തപ്പി നടക്കാണ്. കിട്ടുവോ? എന്തായി? തപ്പിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും ഉദ്ദേശം? കണ്ണൊക്കെ തുറന്ന് നോക്ക്, കിട്ടും. എന്റെടാ, കിട്ടും. ശരിക്കും നോക്കൂ. ചൂടുണ്ട്. ശരിക്കും നോക്കി കഴിഞ്ഞാ കിട്ടും. നല്ല ചൂടുണ്ട്. എടാ അരിപ്രാഞ്ചി അല്ലാണ്ട് വേറെന്താ ചാടാ? എപ്പോഴും വേണമെങ്കിലും ആവാം. കിട്ടിയോ? അവർക്ക് സെക്കൻഡ് ക്ലൂ കിട്ടി. നിങ്ങൾ വേഗം. ഓ മൈ ഗോഡ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ലേ? നല്ല തണുപ്പാണ്. തിരിച്ചു വന്നിരിക്കുന്നു. നല്ല ചൂടുണ്ട്. മേളിൽ തപ്പുന്ന ആൾക്ക് കുറച്ച് ചൂട് കൂടുതലാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അപ്പൊ മേളിൽ മാത്രം നോക്കാം. താഴെ ഇതെല്ലാം മാറ്റിയാലോ? എന്റെ കർത്താവ്, ശരി. ചൂടില്ലെന്ന് തോന്നുന്നു. ചൂടുണ്ട്. മേലൊന്ന് കേറിയാലോ? നിങ്ങൾ തീരെ നോക്കാത്തോണ്ടാണ്. തലയ്ക്ക് കുറച്ച് ചൂടുണ്ടല്ലേ? അപ്പൊ ഇവിടെ തന്നെയാ. അവർക്ക് കിട്ടി. അവർക്ക് അടുത്ത ക്ലൂ കിട്ടി തോന്നുന്നുണ്ട്. ചെറിയൊരു കാര്യം പറ്റ. ഇത് എന്താ നോക്ക്? എന്താ നോക്കുന്നത്? ഇത് ശരിക്കും എന്താ നോക്കും? ഇത് എന്താ? നിങ്ങൾക്ക് ആൻസർ എങ്ങനെ കിട്ടിയെന്നൊന്ന് പറയാമോ? സെക്കൻഡ് പോയി. എന്തായി? കിട്ടിയോ? ഓ, ഒരു പൊളിയാണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് സെക്കൻഡ് ക്ലൂ കിട്ടി. ഞാൻ തേർഡ് ക്ലൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ,
Kindly purchase something for Ramanan as deal is not ready at this moment. Okay? Vaku! Chapati. ദൈവമേ പിടി ഉളിക്ക് എടാ മറ്റേ അടുത്തത് an energy drink for ready to eat ചപ്പാത്തി ഉണ്ടോ നോക്കോ? അപ്പുക്കുട്ടൻ. അപ്പൂട്ടൻ. പാല് ആണോ വാക്കു! അങ്ങോട്ട് പോ അവിടെ പാല് എന്നെ തട്ടി മറിച്ചിട്ടില്ലേ? ഇതൊക്കെ പുട്ടുപൊടിയാ. ഒരു മിനിറ്റ് എവിടെ പാലാണോ തൈരാണോ എന്ന് കണ്ണ് തുറന്നു നോക്കുക. പാലല്ല തൈരല്ലത് എടാ റെഡിമെയ്ഡ് ചപ്പാത്തി ഇല്ലേ അതിന്റെ പാക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടോ? വേഗം നോക്കിയാൽ വേഗം കിട്ടും. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ആ ഇൻസ്റ്റന്റ് ഓക്കേ, വേഗം കഴിക്ക്. എടാ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലൂ ആണ്. ഇൻസ്റ്റന്റ് ചപ്പാത്തി എവിടെ ഇൻസ്റ്റന്റ് ചപ്പാത്തി കിട്ടി ഇത് തുറക്ക് കിട്ടി ഞങ്ങൾ ജയിച്ചു കിട്ടി ഓക്കേ, ശരി, നിങ്ങൾ ഇവിടെ നിൽക്ക്. അവിടെ തിന്ന് കഴിഞ്ഞു. അവിടെ തിന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ വക്കീലുമായി വരും. കഴിഞ്ഞോ ഓക്കേ, കണ്ടുപിടിക്കുന്നേലും എന്തായാലും ആ സ്പിരിറ്റ് വിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഞങ്ങൾ കണ്ടുപിടിച്ച് വായിക്കാം എന്തായാലും കണ്ടുപിടിക്കുക. തൽക്കാലം മലരനൊക്കെയല്ലോ George and Celine meet today at the ice first cream, time. വാ. What do you purchase for them for their first meeting? ഐസ്ക്രീം കഴിക്കുന്നത് അല്ല, അവർ ഓൾറെഡി കഴിഞ്ഞു. ഐസ്ക്രീമോ അല്ല അതിലുണ്ടാവും Okay. ലേറ്റ് ആയിപ്പോയാലും കിട്ടിയല്ല കഴിച്ചോ ആ ഇത് ഐസാ Okay. കുറച്ച് ഇത് കഴിക്കാൻ പറ്റില്ല ഐസായി Okay. കുറച്ച് നേരത്തെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എത്രയാ അതെ എന്നാലും എന്തായാലും രണ്ടാളുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും അടിപൊളിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ടീമിനെയും നമ്മൾ മേളിലേക്ക് 1 lakh ചലഞ്ചിന് വേണ്ടിട്ട് നമ്മൾ വിടാണ്. അതെങ്ങനെയുണ്ട്? കൈയ്യടിച്ച് പാസ്സാക്ക്. ഓക്കേ, അപ്പൊ എല്ലാവരും ഒന്നിച്ചെടുക്കണോ അതോ ഒരാൾ തന്നെ എടുക്കണോ? അല്ല, നിങ്ങൾക്ക് 4 പേർക്കും 1 lakhന് വരുന്ന എന്ത് വേണമെങ്കിലും നാല് പേർക്ക് ഒരു 1 lakh. മിനിറ്റ് ഉള്ളൂ ടൈം. അത് ആലോചിക്കാം. 1 മിനിറ്റ് ഉള്ളൂ. അവിടെ ഓക്കേ, നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അല്ല അവിടെ പോയിട്ട് ഒരാള് കൂട്ടിക്കൊണ്ടിരിക്കുക ആദ്യം വല്ല മറ്റേ ഭയങ്കര ചർച്ചയാണ്. സമയമില്ല. അപ്പം 95,000 താഴെ വന്നാലും 1,05,000 മേലെ വന്നാലും നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഡിസ്ക്വാളിഫൈഡ് അല്ല, നിങ്ങൾക്ക് പ്രൈസ് ഇല്ല. ഓക്കേ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 വാക്കു. ഒരു മിനിറ്റ് തന്നെയായി. ഇവിടെ എല്ലാ വണ്ടി എനിക്ക് ഓടാൻ പോയി. എന്തൊക്കെ എടുക്കുക ഇവിടെ കാലിന് വയ്യാത്ത എങ്ങനെ എടുക്കാലോ അങ്ങനെ എടുത്താ പോരെ ഒരേ പ്രൈസ് ഉള്ളത് ഞാൻ ഇത്ര എടുത്തു ഇനി ഒരു മിനിറ്റ് പാവും. എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? നിങ്ങളുടെ 15 സെക്കൻഡ് ഓൾറെഡി കഴിഞ്ഞു. ഇത് 1 ലക്ഷം എന്റെ കൈ നിറഞ്ഞ് ഉണ്ടാ കുറച്ച് പാർട്ടി വെയർ എടുക്കാം. റേറ്റ് കൂടെ പാർട്ടി വെയർ നല്ല റേറ്റ്. ഇതെല്ലാം വെക്കാൻ പറ്റുമോ? ഇത് മറ്റേ എല്ലാം കൂടി തികയോ വെള്ളം വെക്കാൻ പറ്റുമോ? എന്താ ബുദ്ധി? 9 സമയം പോയി guys. 7 6 5 ഓക്കേ എല്ലാം എടുത്തോടെ എടുത്തു 3 2 1 and 0. കഴിഞ്ഞു. നിർത്തിക്കോ. പല ഏരിയയിലായിട്ടുള്ള എല്ലാരും തിരിച്ച് നമ്മുടെ സെന്റർ പൊസിഷനിലേക്ക് വരണമെന്ന്. ഇത് മറ്റേ CID ബോസിലെ പോലെ ഇതെന്താണ്?
1,00,000. വാ. Okay, ഇതൊക്കെ വാ, എന്താ? വാ, വാ. നിങ്ങളെല്ലാം എടുത്തോ നിങ്ങളെല്ലാം എടുത്തോ നടക്കുവോ വാ. അല്ല ഇപ്പൊ ഒന്നും എന്തിനെടുക്കാലോ ഇത് നോക്ക്. എല്ലാവരും ഇങ്ങോട്ട് വരുമോ? നിങ്ങളുടെ ടീമിൽ ആരും എവിടെയോ പോയല്ലോ. എല്ലാവരും ഉണ്ടോ നിങ്ങൾ? ഇതിന് ഞങ്ങൾക്കും മൈൽസ്റ്റോൺ ഒരു ബന്ധം. വീണ്ടും വീണ്ടും പറയാണ് ഇത് മൈൻഡ് സ്റ്റോണിന് യാതൊരു ബന്ധമില്ല. മൈൽസ്റ്റോൺ ഒരു ബന്ധമില്ല, എവരിസ്റ്റോൺ ബന്ധമുണ്ട്. പക്ഷേ എനിക്ക് ബന്ധമില്ല. ഡയറക്ടർ ഇതിന് പൈസ കൊടുത്തിട്ട് പോകേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എത്രയും ഗസ് ഉണ്ടോ? ഗസ് അപ്പൊ ഞങ്ങൾ നിങ്ങൾ ആരൊക്കെയായിരുന്നു ടീം? നിങ്ങൾ 4 പേരും ടീം, നിങ്ങൾ 4 പേരും 3.5 ടീമും 4.25 ടീമുമാണ് ഉള്ളത്. ജെബിനാണ് 1.25 കൂട്ടിയത്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവുന്ന ഇനി ഗസ്? ഒരു 70,000 പ്ലസ്. ഓക്കെ, നിങ്ങൾക്ക് ഗസ് ഒന്നുമില്ലല്ലോ. നമ്മളൊരു 95,000. 95,000. Correct. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഉണ്ടാവുന്ന എനിക്ക് ഗസ്? 379 എന്നെ നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പം ഓഡിയൻസ് നിങ്ങൾ പറയുന്നത് ഏത് ടീമായിരിക്കും ജയിക്കാൻ സാധ്യത നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ സമയമായി. കുറെ നേരമായി നിങ്ങൾ ഇട്ട് ഓടിക്കുന്നു ചാടിക്കുന്നു, എനിക്ക് എന്നെ പാവം തോന്നുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ 4.25 അംഗങ്ങളുള്ള ഈ ടീമിന് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാന്ന് വെച്ചാല് 74,399. നമ്മുടെ ഈ ടീമിന് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ 3.5 അംഗങ്ങളുള്ള ഈ ടീമിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാന്ന് വെച്ചാല് 84,222. ഓക്കെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ച് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതായത് 95,000 to 1,05,000 അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പ്രൈസ് ഇല്ല. പ്രൈസ് 1 lakh rupees നമ്മൾ കമ്പനിക്ക് മൈൽ സ്റ്റോൺ സ്വന്തം. ഇത് വഞ്ചന. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗെയിമിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ഈ മൂവി ഇറങ്ങാൻ പോകുന്ന മൂവി ഒരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൂവിനെ പറ്റി ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ മൂവി ഇതുപോലത്തെ ഒരു ഫൺ ഫീൽഡ് മൂവി അല്ല. ഓക്കെ, വേണ്ട, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പേടിക്കാനുള്ളത് കാണണം. അതിൽ ഇതുപോലെ കുറെ കണ്ടുപിടിക്കാനുണ്ട്. അതെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്? ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ അലനാണ് ഇവരെയൊക്കെ ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാം പ്രതി ഉണ്ട്, അത് ആൾക്ക് വരാൻ പറ്റിയില്ല. ഒന്നാം പ്രതി വന്നിട്ടില്ല. ഓക്കെ, രണ്ടാം പ്രതിയെ നമ്മൾ കൈയോടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? മൂന്നാം പ്രതി. മൂന്നാം പ്രതിയാകുന്നു. എന്റെ ക്യാരക്ടറിന്റെ പേര് ഈവ എന്നാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെ ഒരു സ്ഥലത്ത് പോയി പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലെ പെട്ട പോലെ അവിടെ പോയി പെടുന്നു. ഒരു പെടലായി കണക്ക് കൂട്ടിയപ്പം. ഓക്കെ, ഇത് തപ്പി നടന്നു. അവിടെ നമ്മള് പ്രേതം തപ്പി നടന്നു. ഓക്കെ, ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ നെയിം അഞ്ജന. എന്റെ നെയിം തന്നെയാണ് അതിലുള്ള. രണ്ടുപേരും അഞ്ജന. ഓക്കെ, എത്രാമത്തെ പ്രതിയാണ്? പ്രതി അറിയാണ്ട് വന്ന് പെട്ടുപോയതാ. മോളുടെ ക്യാരക്ടർ എന്താണ്? ജോവാന എന്നാണ് പേര്. എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ചോ, കുഴപ്പമില്ലടാ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. മൂവി കണ്ടിട്ട് പറഞ്ഞാൽ ഓക്കെ, പ്രേതത്തിന്റെ ചെറുപ്പകാലം വല്ലതാണോ ചെയ്യുന്നേ? എനിക്ക് കണ്ടിട്ട് ഈ കുട്ടിയാണെന്നാണ് പ്രേതമായിട്ട് തോന്നുന്നത്. കാരണം ഈ കുട്ടിയുടെ കണ്ണിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ലെൻസാണോ? ഞാൻ ഷൂട്ടിന് പോയിട്ട് വന്നതാണ്. നേരെ ഡയറക്റ്റ് വന്നാണ്. ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ നെയിം ശ്രാവൺ എന്നാണ്. ഞാൻ അലൻ ഇവ എല്ലാവരും കൂടി ഫ്രണ്ട് സെറ്റപ്പിലെ ഒരു വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഹൊറാണ്. അപ്പൊ നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ പടം ഇറങ്ങുമ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അല്ല, അത് നിങ്ങൾ കണ്ടിട്ട് പറയാം. പേടിക്കോ? പേടിക്കോ? കണ്ടിട്ട് പറയാം.
ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ടാ പേടിക്കും. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമ്മൾ കുറെ പേടിച്ചായിരുന്നു. ഷൂട്ടിങ്ങിനിടെ നമ്മ തന്നെ ഒരുപാട് പേടിച്ചു. ഇവര് പരസ്പരം അവിടെ ഇവൻ രണ്ടുപേരും പോയിട്ട് പറയും ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചിട്ട് തിരിച്ചുകൊണ്ട് ഇവരുടെ മേലെ പോയി പേടിക്കും. ഓക്കെ ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ലേഡി, ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ ക്യാരക്ടർ. ഒന്നാം പ്രതിയുടെ അച്ഛൻ. ഫുൾ സ്പോയിലർ. ഓക്കെ മിഥുൻ ചേട്ടൻ പറ, ഇവരെ ഇതുപോലെ തന്നെ അവിടെ മേക്കാൻ ഭയങ്കര പാടായിരുന്നോ? നമ്മള് ആക്ഷൻ പറയും മാത്രമേ മിഥുൻ ചേട്ടൻ മേക്കാനാണ് ഏറ്റവും വലിയ പാട്. എന്നെ എന്റെ ഭാര്യനെ ഞങ്ങൾ ഒരു വിധത്തിൽ മേയിച്ച് ഓക്കെ സനയുടെ ക്യാരക്ടർ എന്താണ്? എന്റെ ക്യാരക്ടർ സൂഫി എന്നാണ് എന്റെ ക്യാരക്ടർ. കുറച്ച് കോമഡി ക്യാരക്ടർ. സൂഫി സൂഫി. ഓക്കെ കോമഡി ക്യാരക്ടർ ആണ്. പ്രതി ഒന്നും അല്ല. ഭയങ്കര സീരിയസ് ആയിരുന്നു, പിന്നെ കോമഡി ആയി. കോമഡി ആയി. കോമഡി ഇട്ടാണ് ഇയാളാ ശ്രാവൺ. ഓക്കെ അപ്പം എന്താ പറയാ, നിങ്ങളുടെ ഇറങ്ങാൻ പോകുന്ന മൂവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ലാസ്റ്റ് ആയിട്ട് 2 ടീമുകളും കൂടെ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരണം. ഓക്കെ സിമ്പിൾ സോങ് ആണ്. പാട്ട് ഏതാന്ന് വെച്ചാല് മറ്റേ പാട്ടില്ലേ നമ്മുടെ അങ്ങനെ ഡാൻസ് ചെയ്യിച്ചല്ലേ മുമ്പോട്ട് മറ്റേ ഡാൻസ് അറിയില്ലായിരുന്നു. മിഥുൻ ചേട്ടൻ തള്ളി വിട്ടതാണ്. തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അയാൾ ആരൊന്നും കൂടി അറിയില്ലായിരുന്നു. അറിയില്ല കേട്ടോ. അറിയാതെ പെട്ടുപോയി. അടുത്തത് ആറാട്ടനായിട്ടാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. നന്നായിട്ട് കളിക്കുന്ന പറയുന്നത്. ഭയങ്കര സൃഷ്ടിയാണ്. ഓക്കെ അപ്പൊ നിങ്ങള് നമുക്ക് വേണ്ടിട്ട് മറ്റേ പാട്ടില്ലേ എന്ത് വിധി ഇത്, ആ ഒരു സോങ് ഇല്ലേ, അത് സ്ഥലം നിങ്ങൾ എല്ലാവരും കൂടെ മൊത്തത്തിൽ ഇപ്പം പാടുന്ന പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. എനിക്കൊരു വിധമൊന്നുമില്ല. 2 കൈ മെഹർ നോക്കി പാടാം. പറ്റിച്ച് ഗിഫ്റ്റ് കിട്ടിയില്ല. ഓക്കെ വേറൊന്നുമില്ലല്ലോ. കഴിക്കാം, പാട്ട് കഴിക്കാം. സാരമില്ല, ഇതൊക്കെ എന്ത് അതെ അതെ. ആ കൊച്ചിന്റെ പ്രോത്സാഹനം ഒന്നുമില്ലെങ്കിലും കൊച്ചായത് ഇല്ല കുട്ടി കരയുന്നു. ആയതൊരു ഐസ്ക്രീം മേടിച്ചാൽ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്താ മോളു ഇങ്ങോട്ട് വാ. മടുത്ത് ഓടി ക്ഷീണിച്ചോ? കൊച്ചിനെ ഗിഫ്റ്റ് മേടിച്ചു. കൊച്ചിന് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വക ഇങ്ങനത്തെ കുറച്ച് ഈ ഗിഫ്റ്റുകളൊക്കെ കയ്യിലിരിക്കണ മൊത്തം അത്ര സാധനം കേട്ടോ. കയ്യിലിരിക്കണ അത്ര സാധനം ഞങ്ങളല്ല അത് അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇത്രയും ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കണ പ്രൊമോഷൻസിന്റെ ഒക്കെ തിരക്കിലാണെന്ന് അറിയാം. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മുടെ ഈ സ്മാർട്ട് ബസാർ ഓടി തകർത്തതിനും എല്ലാവിധ നന്ദികളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.